ഹലോ ഗൈസ്, എല്ലാവർക്കും മിസ്റ്റർ ആർ ജെ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മളിന്ന് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡാണ് ഗൈസ് നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് 4 ഷീപ്പിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. കുറച്ച് വൂളുണ്ടാക്കും. 3 ഷീപ്പിനെ വേണം ഗൈസ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതുണ്ടാകണം, എന്നാലേ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കുറേ നേരം വെറുതെ ഇരുന്ന് അത് കഴിഞ്ഞ് നമുക്ക് മൈനിങ് ചെയ്യാൻ പോകണം ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഗൈസ്. അപ്പുറത്തോട്ടൊന്ന് പോയേക്കാം. നമുക്ക് ഇവിടെ വന്നിട്ട് ഫുഡ് കുറവാണ് ഗൈസ്. നമുക്ക് കുറച്ച് ഫുഡ് വാങ്ങണം, ഫുഡ് കണ്ടെത്തണം. തിരിച്ച് സെയിം വഴി തന്നെ വരണം, വിട്ടുപോയാൽ തീർന്നു. ഇതിൻ്റെ മണ്ടയിൽ കൂടെ കയറി പോകണം. ഈ വെയിൻസ് ഉള്ളതുകൊണ്ട് ഇച്ചിരി ഉപയോഗമുണ്ട് ഗൈസ്. ചുമ്മാ അങ്ങ് കയറിയാൽ മതി, സംഭവം കയറ്റി വിട്ടോളൂ. രാത്രി ആവാറായോ? സൂര്യനെ കാണാനില്ല ഗൈസ്. ഇതെല്ലാം കൂടെ ഇറങ്ങി വരണം. അത് നമുക്കൊരു സീനല്ല. ഐ തിങ്ക് രാത്രി ആവാറായെന്ന് തോന്നുന്നു ഗൈസ്. ഓ ഗൈസ്, രാത്രി. ഇനിയിപ്പോൾ എങ്ങനെ പോയാലും കുറച്ച് നേരം ഇതിൻ്റെ അകത്തിരിക്കണം ഗൈസ്. തിരിച്ച് ഐലൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ സീനാവും. ഐലൻഡിൽ പോയി ഇരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ടെമ്പററി ആയിട്ട് ഒരു കുഴി കുഴിക്കാം. ഇവിടെ അങ്ങ് താമസിച്ചേക്കാം ഗൈസ്. ഇനി ഇവിടെ ഇരിക്കാൻ കുറച്ച് നേരം. ടോർച്ചും ഇല്ല ഗൈസ്, ചത്ത്. അപ്പം ഇനി രാവിലെ ആയിട്ട് കാണാം. ഗൈസ്, ബോറടിച്ചിട്ട് ഞാൻ തന്നെ അത് പീസ്ഫുൾ മോഡാക്കി പോയി ഗൈസ്. പീസ്ഫുൾ കളിക്കാം, കുഴപ്പമില്ല. മോബ്സ് സ്പോണായിട്ടാന്നേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ആ ബോള് അങ്ങ് കണ്ടുപിടിക്കണം. വന്ന വഴി ഓർത്തിരിക്കണം ഗൈസ്, അല്ലെങ്കിൽ സീനാവും. ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്. ഇവിടെ ഒറ്റ ഗൈസ്. ബാറ്റായിരുന്നു, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഇതെന്താ കൊക്ക സാധനമല്ലേ ഇത്? കൊക്കോ ബീൻസ്. ഷീപ്പിനൊന്നും കാണാനില്ല ഗൈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? തിരിച്ച് പോയേക്കാം ഇപ്പോഴത്തേനും ഗൈസ്. ഇതുവഴിയാണ് ഞാൻ വന്നതെന്നാണ് എൻ്റെ പ്രതീക്ഷ. യെസ് ഗൈസ്, ഇതായിരിക്കും നമ്മുടെ ഐലൻഡ്. ഔച്ച് ഔച്ച്, മാറിപ്പോയി. ഗൈസ്, ഇനിയിപ്പോൾ ബെഡ് കണ്ടുപിടിക്കുന്നത് ഓപ്ഷണലാണ്, കാരണം എൻ്റെ ആവശ്യമില്ല. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ എന്നാൽ ഇവിടുന്ന് മൈൻ ചെയ്യാൻ തുടങ്ങാം ഗൈസ്. ഇവിടുന്ന് ഒരു സ്ട്രിപ്പ് മൈനിങ് നമുക്കങ്ങ് തുടങ്ങിയേക്കാം. നമുക്കിനി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ ഒരു സ്ട്രിപ്പ് മൈനിങ് അങ്ങ് തുടങ്ങിയേക്കാം. ഓ ഗൈസ്, ഇവിടെ ഫുള്ള് ഗ്രാവല് ഗൈസ്. ഗൈസ് മൂഞ്ചി ഗൈസ്, ഫുള്ള് ഗ്രാവല് ഗൈസ്. ഓ, ഗ്രാവല് കഴിഞ്ഞു. ഇത്രയും വെറുതെ ഗൈസ്, ഫുൾ ഓഫ് ഗ്രാവൽ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോണ്. ഇവിടെ ഗ്രാവലാ. ഈ ഏരിയ തന്നെ വന്ന് പണിയേണ്ട വല്ല കാര്യമില്ലായിരുന്നു എനിക്ക്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബേസിൻ്റെ അകത്ത് തന്നെ സംഭവം പണി തുടങ്ങാൻ പോവാണ്. ഇവിടുന്ന് തന്നെ തുടങ്ങാം ഗൈസ്.
മൈൻഡ് ചെയ്യാം. നമ്മൾ തന്നെ ഐലൻഡിൻ്റെ വലിയൊരു വേറൊരു ഭാഗത്തോട്ട് മൈൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഊമ്പി ഗൈസ്. നമുക്ക് ഇവിടുന്ന് താഴത്തോട്ടങ്ങ് കുഴിച്ചാലോ. ഗൈസ് ഇവിടെ ഫുള്ള് ഇതായിപ്പോയി. എല്ലാവരും മൈനും ചെയ്യാൻ പറ്റുന്നില്ല. ഫുള്ള് പണിയായി ഗൈസ്. നമുക്കിനി പറ്റുന്ന പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴിയുണ്ട്. നമുക്ക് ദൂരദേശങ്ങളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. കുറച്ച് മൈനൊക്കെ ചെയ്തിട്ട് പോണ വഴിക്കെല്ലാം നമുക്ക് ഇവിടെ ഒരു കുറേ ഇതെല്ലാം വെച്ച് നമുക്ക് കുറച്ച് ഇതുണ്ടാക്കി വെക്കാം. മറ്റേ സാധനം നമുക്ക് പില്ലറ് പണിഞ്ഞ് വെക്കാം ഗൈസ്. അതാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇത് രാവിലെ ആവാൻ തുടങ്ങി. നല്ലൊരു സ്പോട്ട് വേണം ഗൈസ് മൈൻ ചെയ്യാൻ പറ്റിയേ. ഇതൊക്കെ പൊട്ട സ്പോട്ടാണ്. നമുക്കില്ലേ ഇവിടെ രാവിലെ ആയിരിക്കും. നമുക്കെന്നാ ഈ കാണുന്ന വഴിയിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ആ മൗണ്ടൈനിൽ നിന്ന് അങ്ങ് തുടങ്ങാം. സോ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് മൈൻ ചെയ്ത് കൊത്തി തുടങ്ങാം. അയൺ കിട്ടിയാൽ കിട്ടി ഗൈസ്. ഇനി കിട്ടിയില്ലേലും എത്രയും പെട്ടെന്ന് അയൺ ഉണ്ടാക്കണം. അയൺ ആർമർ ഉടനെ ആവണം ഗൈസ്. എന്നാലേ സംഭവം നടക്കുള്ളൂ. നമ്മുടെ ഭാവി കാര്യങ്ങൾക്ക് അയൺ ബെസ്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ ഒന്നും കാണുന്നുണ്ടാവില്ല. ടോർച്ച് വെച്ച് തരാം. ഇങ്ങനെ പിക്കാക്സ് ഇപ്പോൾ പൊട്ടും. അവസാനത്തേത് അത്യാവശ്യം ഡ്യൂറബിലിറ്റി ആണ് കേട്ടോ. പൊട്ടി ഗൈസ്, പൊട്ടി. ടോർച്ച് വെച്ചേക്കാം. സ്റ്റോൺ പിക്കാക്സ് വെച്ച് ഇനി മൈൻഡ് ചെയ്യാം ഗൈസ്. ഇവിടെ ഫുള്ള് ഈ സാധനമാണ് ഗൈസ്. ഇതുവരെ ആയിട്ടൊന്നും കിട്ടിയില്ല. വീണ്ടും നിങ്ങൾക്കൊന്നും കാണുന്നില്ലായിരിക്കും. ഞാൻ വീണ്ടും ടോർച്ച് വെച്ച് തരാം. ഇവിടെ ഗ്രാനൈറ്റ് മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മളിപ്പോൾ 28 വൈ ലെവല്. ഇത് അയൺ കിട്ടുന്ന വൈ ലെവൽ ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് അത്ര വശമില്ലേ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ സ്റ്റോണെല്ലാം വെച്ച് നമുക്കൊരു കുട്ടി വീട് ഉണ്ടാക്കാം ഗൈസ്. കുട്ടി വീട്. ഇതെങ്ങനെ പോയാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. കുഴപ്പമില്ല. ഈ പിക്കാക്സ് പൊട്ടുന്നവരെ ഞാൻ മൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഗൈസ്. നിങ്ങൾക്ക് വീണ്ടും ഒന്ന് കാണുന്നുണ്ടായിരിക്കില്ല. ഞാൻ വീണ്ടും ടോർച്ച് വെച്ച് തരാം. വീണ്ടും പൊട്ടിക്കാം ഗൈസ്. ഓ ലാപ്പീസ് ഗൈസ്. ഓ നമുക്ക് ലാപ്പീസ് സൂസി കിട്ടി. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഡയമണ്ടാന്ന് വിചാരിച്ചു പോയി. ഓ ഇവിടെ വേറെ ഉണ്ട് ഗൈസ്. ഇത് വെച്ച് ആവശ്യമൊന്നും ഇല്ലെങ്കിലും ഗൈസ് കുറച്ച് XP കിട്ടുന്നുണ്ട് ധാരാളം. ലാസ്റ്റ് ബ്ലോക്ക് എപ്പോൾ വേണേലും ആവാം. ഇതായിരുന്നു ഗൈസ്. ഇവിടെ ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക്.
ഇനി വന്ന വഴി ഫുള്ള് ഈ ടോർച്ച് എടുത്തുകൊണ്ട് തിരിച്ചു പോവാം. ആദ്യമേ ഈ ടോർച്ച്. ഇനി ഇങ്ങോട്ട് വരുന്നില്ല ഗൈസ്. പിന്നെ എന്തിനാണ് വെറുതെ ഈ ടോർച്ചൊക്കെ എടുത്ത് വച്ചേക്കുന്നത്? എന്നാൽ നമ്മുടെ മൈനിങ് ഐഡിയ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അതുകൊണ്ട് നമ്മളിന്ന് ഒരു കുട്ടി വീട് പണിയാൻ പോവുകയാണ് ഗൈസ്. ഒരു കുട്ടി വീട്. നമ്മുടെ ഇപ്പം വലിയ റിസോഴ്സസ് ഒന്നുമില്ല, അതുകൊണ്ട് ഒരു കുട്ടി വീട് പണിഞ്ഞു നോക്കാം. ഭാവിയിൽ നമ്മൾ വലിയ വലിയ വീടുകൾ പണിയുന്നതായിരിക്കും ഗൈസ്. ഒരു ബെഡ് ഇതുവരെ ആയിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല ഗൈസ്. അങ്ങനെ കുറേ നാളത്തെ ഗൈസ്, രണ്ടാമത്തെ ഷീപ്പ് ഗൈസ്. ഗൈസ് 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 രണ്ടാമത്തെ ഷീപ്പ് ഗൈസ്. ലെറ്റ്സ് ഗോ. ഫൈനലി ഈ വൂൾ ഒരെണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു ബെഡ് ഉണ്ടാക്കാം. യെസ് ഗൈസ്, യെസ് യെസ് യെസ്, ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഒരു വൂള്, ഇതുപോലത്തെ ഒറ്റ ഒരു വൂള്, ഈ തോരെണ്ണോടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു ബെഡ് ഉണ്ടാക്കാം. ഗൈസ്, എൻ്റെ ഐലൻഡിൽ എന്താണെന്ന് സ്പോൺ ആവാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. നമുക്കെന്നാൽ നമ്മുടെ കുട്ടി വീടിൻ്റെ പ്ലാനിങ് തുടങ്ങിയാണ് ഗൈസ്. ഇവിടെ ഫുള്ള് ഗ്രാവനും സാധനമൊക്കെയാണ് ഗൈസ്. എന്നാ ചെയ്യാനാ, ഒന്നുമില്ല ഇപ്പോൾ കയ്യിൽ. നമുക്കൊരു ഈ സൈഡായിട്ടൊരു കുട്ടി വീട് പണിയാം. സംഭവം ഭയങ്കര കുട്ടിയാണ്. ഓക്കേ, അയ്യോ ഗൈസ്, പൊട്ടിക്കാൻ ഇതില്ല, സ്റ്റിക്കില്ല. സ്റ്റിക്ക് കിട്ടി. ഒരു പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അതായിരിക്കുന്നു പിക്കാക്സ്. സെറ്റ്. ഓക്കെ ഗൈസ്, വണ്ടറിങ് ട്രേഡർ ബ്രോ. ഇവൻ എനിക്ക് ആവശ്യമുണ്ട്. അല്ലാതെ അല്ല അവൻ്റെ ലീഡാണ് എനിക്ക് വേണ്ടത്. എൻ്റെ പോലടെ നല്ലതൊന്നും ഇല്ല, തരൂലല്ലേലും വൃത്തിയായിട്ടവൻ. സോ നിൻ്റെ ആവശ്യം കഴിഞ്ഞിരിക്കുന്നു. ഇവരെ അങ്ങ് കൊന്നേക്കാം. ഈ തുപ്പുമാര് തുപ്പൂലേ, തുപ്പടാ. തുപ്പില്ല, തുപ്പണ്ട. എനിക്ക് 2 ലീഡ് വേണം, 2 ലീഡ്. ലെറ്റ്സ് ഗോ മാൻ. അവനെന്തിയേ, പോവാണോ? ലാമില്ലാതെ നീ ഇനി നടന്ന് തിരിച്ചു പോയാൽ മതി കേട്ടറാ വാഴേ. സ്വന്തം ലാമകത്തിട്ട് ഒരു ഇതുവരെയും മനസ്സിലാവാത്ത പാവം. നമുക്ക് 2 ലീഡ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ തിങ് ആണ്. ഞാനെന്നൊരു ഷോർട്സ് ഇട്ടായിരുന്നു ഗൈസ്. നിങ്ങൾ അതിനെനിക്ക് 43 യൂസ് കിട്ടി ഗൈസ്. ആദ്യമായിട്ടാണ് അടിക്കുന്നത് ഗൈസ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം, ഇനിയും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സോ എനിക്ക് മോണിറ്റൈസേഷൻ വേണം ഗൈസ്, എന്നാലേ പൈസ കിട്ടി തുടങ്ങത്തുള്ളൂ. ഞാൻ ഇനിയും വീഡിയോ ഇങ്ങനെ ഇടാൻ നോക്കാം ഗൈസ്. അത് ലാഗ് അടിക്കുന്നു ഗൈസ്, നല്ലൊരു ഡിവൈസ് ഇല്ലാത്തതാ, അതാ പ്രശ്നം. അതാ കോബിൾസ്റ്റോൺ തീർന്നു എത്ര പെട്ടെന്ന്. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അല്ല ഗൈസ്, 50 എണ്ണം വേറെ ഉണ്ട്. സോ
ഇതാണ് നമ്മുടെ കുട്ടി വീട്. ഇതിൻ്റെ അകത്തായിരിക്കും നമ്മളിനി വസിക്കാൻ പോകുന്നത്. അണ്ടർഗ്രൗണ്ട് നമ്മൾ വിടാൻ പോവുകയാണ്. ഇതങ്ങ് മൈൻഡ് ചെയ്യാം. ഇതിനകത്തുള്ള ഐറ്റംസ് എല്ലാം അവിടെ. അയ്യോ, ഇൻവെൻട്രി ഫുള്ളായി. ഈ 2 ആപ്പിള്, ആവശ്യമില്ലാത്തൊരു സാധനം കളഞ്ഞു. ആപ്പിള് കയറി. ശരി എന്നാൽ. സോ ബൈ ബൈ മൈ ഡിയർ കുഞ്ഞു ബേസ്. അടുത്ത ടോർച്ച് അവിടെ. ഇപ്പോൾ ഞാനിത് അടച്ച് കഴിഞ്ഞാൽ ഇവിടെ വെട്ടം വരും. ദാറ്റ്സ് എ ഗുഡ് തിങ്. ലാഡറിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ അങ്ങനെ മണ്ടക്കോട്ട് പോകും. തൈര്. ഞാനിപ്പോൾ ക്രോളിംഗ് മോഡായി. സെറ്റ് ഗൈസ്. സോ അവിടെ നമ്മൾ വിട്ടു. 2 ചെസ്റ്റ് എന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത കുറേ ചീത്ത സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചേക്കാം. ആവശ്യമുള്ള എല്ലാ സാധനത്തിനകത്തോട്ട് കയറ്റി വെക്കാം. ഇനി ആവശ്യം വന്നാലും കയറ്റി വെക്കട്ടെ. ഒരു ഫർണസ് ആവശ്യമുണ്ട്, ഗ്രാനൈറ്റിന് വേണ്ട, ലാപ്പിസ് ആവശ്യമുണ്ടാവും, സ്റ്റിക്ക്, ലെതർ, ലാഡർ, ഇത് മാക്സിൻ്റെ ആവശ്യമില്ല, സോഡിൻ്റെ ആവശ്യമില്ല, ട്രാക്ടർ വേണ്ട, ക്രാഫ്റ്റിംഗ് ടേബിൾ, 2 സ്റ്റാക്ക് 9 എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. ഇനി ഒരു ബെഡ്. ബ്രോ ബെഡില്ല ബ്രോ, വാട്ട് വിൽ ഐ ഡൂ നൗ? ഹൈ പാണ്ട. ഓ ദിസ് ഈസ് ആംഗ്രി വൺ. ഹലോ, ഹായ്. അപ്പോൾ കണ്ണ് കണ്ടോ? ദേഷ്യം. മറ്റേ ദേഷ്യം ബ്രോ. കൂൾ ഡൗൺ. ചില്ല്. സോ ദിസ് ഈസ് അവർ കുട്ടി ബേസ്. കുട്ടി ബേസിന് 2 വാതിൽ വെക്കണം. ഒരു 2 വാതിൽ പണിയട്ടെ ഗൈസ്. കണ്ടോ ഗൈസ്, വെറും 3 വുഡ് മതി ഗൈസ് എനിക്ക് ഇതൊന്ന് പണിയെടുക്കാൻ. ഓ, കോപ്പർ ഡോർ വെച്ച് ഡോർ പണിഞ്ഞാലോ? തുറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓ, കൈ വെച്ച് തുറക്കാം ഗൈസ്. അത്ഭുതം. സോ ഇതൊക്കെയാണ് ഇന്നത്തെ കുട്ടി ബേസ്. ഒരു കുട്ടി ബേസ് പണിഞ്ഞു. ഇവിടെ കുറച്ച് ടോർച്ചൊക്കെ കിട്ടും. ബേസിൻ്റെ അകത്ത് ആദ്യം ഇച്ചിരി ടോർച്ചൊക്കെ കിട്ടും. ഒരു ടോർച്ച്, ഇവിടെ ഒരു ടോർച്ച്. അതെ ഗൈസ്, കാരണം എൻ്റെ കൈ കാണാം. സോ ഗൈസ് ഫൈനലി നമ്മുടെ ആദ്യത്തെ അയൺ കണ്ടുപിടിച്ചു ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഫൈനലി നമ്മുടെ ആദ്യത്തെ അയൺ. നമുക്ക് 2 അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫൈനലി ഗൈസ് 2 അയണേ കിട്ടിയുള്ളൂ ഗൈസ്. അത് കാരണം കുഴപ്പമില്ല. ചുമ്മാ ഇവിടെ വരെ വന്നത് കൊണ്ട് നല്ലതാണ് ഗൈസ്. ഇവിടെ ഒന്ന് നോക്കിയേക്കാം ഗൈസ്, എങ്ങാനും ഒരു എക്സ്ട്രാ അയൺ പീസ്. ഔച്ച് ഗൈസ്. ഈ കേവൊക്കെ ഒന്ന് നോക്കി വിട്ടേക്കാം ഗൈസ്. ഓ, ക്രീപ്പി കേവ് സൗണ്ട്സ്. ഈ കേവിലൊന്നും ഇല്ല ഗൈസ്.
കുഴപ്പമില്ല ഗൈസ്, നമുക്ക് നമ്മുടെ 2 അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ബേസിൽ പോയി ഒന്ന് സ്മെൽറ്റ് ചെയ്യാം ഗൈസ്. പെട്ടെന്നാണ്. കമോൺ നമ്മുടെ കുട്ടി ബേസ്. ഔച്ച് ഗൈസ്, പെട്ടെന്ന് പോണം. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്കങ്ങനെ 2 അയൺ പീസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ അയൺ ഇൻ ദിസ് സർവൈവൽ സീരീസ്. ലെറ്റ്സ് ഗോ ഗൈസ്. പെട്ടെന്ന് പോട്ട്. കമോൺ. അയ്യോ കോളവിടെ. ലെറ്റ്സ് ഗോ. കോള് എടുത്ത് വെക്കട്ടെ ഗൈസ്. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, നമ്മൾ ആദ്യത്തെ അയൺ ഇങ്ങോട്ട് കിട്ടട്ടെ. ഓ സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ. ലെറ്റ്സ് ഗോ ഗൈസ്. യെസ്. അങ്ങനെ ഫൈനലി ഗൈസ് നമുക്ക് നമ്മുടെ ആദ്യം 2 അയൺ ഇങ്ങോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ച് നമ്മൾ അടുത്ത എപ്പിസോഡിലായിരിക്കും ഇത് എന്ത് വേണമെന്ന് ചൂസ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഗൈസ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.